ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 12-ാധ്യായം. അതിൻ്റെ സംഗ്രഹം. ധ്രുവൻ്റെ ധ്രുവപദ ആവരോഹണം. ധ്രുവൻ യുദ്ധം നിർത്തിയതായും കോപം ഉപേക്ഷിച്ചതായും അറിഞ്ഞ് ചാരണന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ എന്നിവരാൽ വാഴ്ത്തപ്പെട്ടവനായി ധനേശ്വരനായ കുബേരൻ യുദ്ധക്കളത്തിലേക്ക് വന്നു. അപരാധബോധത്തോടെ തൊഴുതു നിൽക്കുന്ന ധ്രുവനോട് പറഞ്ഞു: അല്ലയോ ക്ഷത്രിയ കുമാര, പിതാമഹൻ്റെ ഉപദേശത്തെ മാനിച്ച് നീ കോപത്തെ ഉപേക്ഷിച്ചുവല്ലോ. അതിനാൽ ഞാൻ നിന്നിൽ സന്തുഷ്ടനാണ്. നീ യക്ഷന്മാരെയോ യക്ഷനിൻ്റെ സഹോദരനെയോ കൊന്നിട്ടില്ല. കാലമാണ് ജീവജാലങ്ങളുടെ ജനനത്തിനും മരണത്തിനും ഹേതു. അജ്ഞാനത്തിൽ നിന്നുണ്ടായ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഞാൻ അന്യൻ എന്ന ആ ഭേദം തോന്നപ്പെടുന്നത്. ഭേദഭാവന സ്വപ്നത്തിലെ അനുഭവങ്ങളെ എന്ന പോലെ വെറും പ്രതീതി മാത്രമാണ്. ശരീരാഭിമാനം കൊണ്ടാണ് ബന്ധവും ദുഃഖം മുതലായ അനുഭവങ്ങളും ഉണ്ടാവുന്നത്. നിനക്ക് മംഗളം ഭവിക്കട്ടെ. അരമനയിലേക്ക് മടങ്ങിപ്പോകൂ. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനും സകല ജീവജാലങ്ങളായി പ്രതിഭാസിക്കുന്നവനും സംസാരഭാവനകളെ നശിപ്പിക്കുന്നവനും മായാശക്തിയോട് ചേർന്നവനും പരമാർത്ഥ ദൃഷ്ടിയിൽ ചേർച്ചയില്ലാത്തവനുമായ ഭഗവാനെ എല്ലാത്തെയും ആത്മസ്വരൂപേണ കണ്ടുകൊണ്ട് ഭജിക്കൂ. നീ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചവനാണെന്ന് എനിക്കറിയാം. അതിനാൽ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു വരം സ്വീകരിക്കൂ. ഇങ്ങനെ കുബേരൻ പറഞ്ഞപ്പോൾ പരമഭക്തനായ ധ്രുവൻ തനിക്ക് ഭഗവാനിൽ നിശ്ചല ഭക്തി ഉണ്ടാവണം എന്ന വരമാണ് ആവശ്യപ്പെട്ടത്. അപ്രകാരമുള്ള ഭക്തി കൊണ്ട് മാത്രമേ അജ്ഞാനത്തെ കടക്കാൻ കഴിയൂ. സന്തുഷ്ട മനസ്സോടെ ആ ധ്രുവന് വരം നൽകി കുബേരൻ അന്തർധാനം ചെയ്തു. ധ്രുവൻ തൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോന്നു. യജ്ഞേശ്വരനായ ഭഗവാന് ധാരാളം കൂടിയ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിച്ചു. സർവാത്മാവായ ഭഗവാനിൽ നിഷ്കളങ്ക ഭക്തി ഉറച്ചതിനാൽ എല്ലാ ജീവന്മാരെയും ആത്മാവായ തന്നിലും സകല ജീവജാലങ്ങളിലും ആത്മാവായ തന്നെയും കാണാൻ കഴിഞ്ഞു. സൽഗുണസമ്പന്നനും ബ്രാഹ്മണഭക്തനും ദുഃഖിതന്മാരിൽ വാത്സല്യമുള്ളവനും ധർമ്മമര്യാദകളെ രക്ഷിക്കുന്നവനും ആയ ആ ധ്രുവനെ പ്രജകൾ അച്ഛനെ എന്ന പോലെ സ്നേഹിച്ചിരുന്നു. വിഷയാനുഭവങ്ങൾ കൊണ്ട് പുണ്യത്തെയും സൽക്കർമ്മങ്ങളെ കൊണ്ട് പാപത്തെയും ക്ഷയിപ്പിച്ച് 36,000 സംവത്സരക്കാലം ധ്രുവൻ രാജ്യം ഭരിച്ചു. അനന്തരം മകന് രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്ത് ധ്രുവൻ വനത്തിലേക്ക് പുറപ്പെട്ടു. പ്രപഞ്ചം സ്വപ്നം പോലെയും ഗന്ധർവ സാരം പോലെയും ആത്മാവിൽ മായ കൊണ്ട് തോന്നപ്പെടുന്നവയാണ് എന്ന ബോധ്യം വന്നു. ശരീരം, ഭാര്യ, പുത്രന്മാർ, സുഹൃത്തുക്കൾ, സൈന്യങ്ങൾ, ഭണ്ഡാരം, അന്തഃപുരം, രമണീയങ്ങളായ ക്രീഡാസങ്കേത സ്ഥലങ്ങൾ, സമുദ്രപര്യന്തം വിസ്തൃതമായിരിക്കുന്ന ഭൂമി, ഇവയെല്ലാം കാലം കൊണ്ട് നശിക്കുന്നതാണെന്ന് ബോധ്യം വന്ന് അവയിലെല്ലാം വിരക്തനായി ബദരികാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി നിർമ്മല ജലത്തോടുകൂടിയ അളകനന്ദയിൽ സ്നാനം ചെയ്തു. ശുദ്ധമായി തീർന്ന മനസ്സോടെ പത്മാസനത്തിൽ ഉറച്ചിരുന്നു. പ്രാണായാമം കൊണ്ട് പ്രാണങ്ങളെ അടക്കി ഇന്ദ്രിയങ്ങളെ മനസ്സിലടക്കി നിശ്ചലമായി തീർന്ന മനസ്സിനെ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൽ ഉറപ്പിച്ചു. ക്രമേണ താനും ഭഗവാനും രണ്ടെന്ന തോന്നലിനെ അതിക്രമിച്ചു. ഭഗവാനിൽ നിരന്തര ഭക്തിയാൽ ആനന്ദാശ്രുക്കൾ പ്രവഹിക്കാൻ തുടങ്ങി. ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടായി. താൻ ധ്രുവനാണെന്ന ഓർമ്മ പോലും സമാധിയിൽ ലയിച്ചില്ലാതായിത്തീർന്നു. അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞു. ഒരു ദിവസം 10 ദിക്കുകളെയും പ്രകാശമാനമാക്കിക്കൊണ്ട് ചന്ദ്രനെപ്പോലെ തേജോമയമായിരിക്കുന്നൊരു വിമാനം ആകാശത്തിൽ നിന്നിറങ്ങി വന്നു. അതിൽ സുനന്ദൻ, നന്ദൻ എന്ന 2 വിഷ്ണു പാർഷദന്മാരുണ്ടായിരുന്നു. 4 കൈകൾ, ശ്യാമള നിറം, യൗവനപ്രായം, ചെന്താമര കണ്ണുകൾ ഇവയോടുകൂടിയവരും നല്ല പട്ടുവസ്ത്രങ്ങൾ ധരിച്ചവരും കിരീടം, മുത്തുമാല, തോൾവളകൾ, മനോഹരങ്ങളായിരിക്കുന്ന രത്നകുണ്ടലങ്ങൾ എന്നീ ആഭരണങ്ങൾ അണിഞ്ഞവരുമായിരുന്നു ആ വിഷ്ണു പാർഷദന്മാർ. വേഗം എഴുന്നേറ്റ് തൊഴുതുകൊണ്ടും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടും ധ്രുവൻ ആ വിഷ്ണു പാർഷദന്മാരെ നമസ്കരിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് അവർ ധ്രുവനോട് പറഞ്ഞു: അല്ലയോ രാജാവേ, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. അങ്ങ് 5 വയസ്സ് പ്രായത്തിൽ 6 മാസക്കാലത്തേക്ക് തപസ് ചെയ്തുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചുവല്ലോ. ആ ഭഗവാന്റെ പാർഷദന്മാരാണ് ഞങ്ങൾ.
അങ്ങയെ ധ്രുവപദവിയിലേക്ക് കൊണ്ടുപോകാൻ വന്നവരാണ്. ജയിക്കാൻ പ്രയാസമായ ഭഗവാന്റെ സ്ഥാനത്തെ അങ്ങ് ജയിച്ചിരിക്കുന്നു. ആ സ്ഥാനത്തെ പ്രാപിച്ചവർ പിന്നെ സംസാരത്തിലേക്ക് തിരിച്ചു വരാറില്ല. സപ്തർഷികളും സൂര്യൻ, ചന്ദ്രൻ മുതലായ ഗ്രഹങ്ങളും അശ്വതി മുതലായ നക്ഷത്രങ്ങളും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ ധ്രുവസ്ഥാനം. അതിനെ സ്വീകരിച്ചാലും അങ്ങയുടെ അച്ഛനോ മറ്റാരെങ്കിലുമോ പ്രാപിക്കാത്തതും എല്ലാ ലോകരും വന്ദിക്കുന്നതും വിഷ്ണു ഭഗവാന്റെ ഉന്നതവുമായ സ്ഥാനത്തെ പ്രാപിച്ചാലും ഈ വിമാനം അങ്ങയ്ക്ക് വേണ്ടി ഭഗവാൻ തന്നയച്ചതാണ്. ഇതിൽ കയറിയാലും വിഷ്ണു പാർഷദന്മാരുടെ മധുരമൊഴികൾ കേട്ട് ആ ധ്രുവൻ സന്തോഷിച്ചു. അളകനന്ദയിൽ സ്നാനം ചെയ്തു. സന്ധ്യാവന്ദനാദി നിത്യകർമ്മങ്ങൾ ചെയ്തു. ബദരിയിലെ മുനിമാരെ നമസ്കരിച്ച് ആശീർവാദം സ്വീകരിച്ചു. ആ സമയത്ത് ധ്രുവൻ അന്തകൻ വരുന്നത് കണ്ട് ഈ ലോകത്തിൽ നിന്നും പോകുന്നത് മരിച്ചിട്ട് വേണം. മരണദേവതയാണ് അന്തകൻ. അദ്ദേഹത്തിൻ്റെ ശിരസിൽ കാൽവെച്ച് മരണത്തെ അതിക്രമിച്ചുകൊണ്ട് ധ്രുവൻ വിമാനത്തിൽ കയറി. ദേവവാദ്യങ്ങൾ മുഴങ്ങി. ഗന്ധർവന്മാർ പാട്ടുപാടി. ആകാശത്തിൽ നിന്ന് നിരന്തരം പുഷ്പവൃഷ്ടിയുണ്ടായി. വിമാനം മേലോട്ടുയർന്നു പോകുമ്പോൾ ധ്രുവൻ വിചാരിച്ചു, എൻ്റെ ശ്രേയസ്സിന് മുഴുവൻ കാരണം അമ്മയാണ്. അവരെ കൂടാതെ ഞാൻ ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയരുന്നത് ഉചിതമാണോ എന്ന് ധ്രുവൻ്റെ ചിന്താഗതി മനസ്സിലാക്കിയ സുനന്ദനും നന്ദനും തങ്ങളുടെ വിമാനത്തേക്കാൾ മേലെ ഉയർന്നു പോകുന്ന ഒരു വിമാനം കാണിച്ചു കൊടുത്തു. അതിൽ സുനീതിയെ കണ്ട ധ്രുവൻ തൃപ്തനായി. വഴിനീളെ വിമാനചാരികളായ ദേവന്മാർ ധ്രുവനെ വാഴ്ത്തി സ്തുതിച്ച് പുഷ്പവൃഷ്ടി ചെയ്തിരുന്നു. ധ്രുവൻ ക്രമേണ ഗ്രഹങ്ങളെയും സപ്തർഷിമണ്ഡലത്തെയും അതിക്രമിച്ച് വിഷ്ണു ഭഗവാന്റെ സ്ഥാനമായ പദവിയിൽ എത്തിച്ചേർന്നു. സ്വന്തം തേജസ്സുകൊണ്ട് സ്വന്തം പ്രകാശിച്ചുകൊണ്ടും 3 ലോകങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നതാണ് ആ സ്ഥാനം. ജീവികളിൽ ദയയില്ലാത്തവർക്ക് ഈ സ്ഥാനത്തെ പ്രാപിക്കാൻ കഴിയില്ല. എപ്പോഴും സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന സുഹൃതികൾക്കേ ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കൂ. ശാന്തന്മാരും സമദർശികളും ശുദ്ധന്മാരും എല്ലാ ജീവജാലങ്ങളിലും സ്നേഹമുള്ളവരും ഭഗവാനെ മാത്രം ബന്ധുവായി കാണുന്നവരും മാത്രമേ ഈ സ്ഥാനത്തേക്ക് അനായാസേന എത്തിച്ചേരുകയുള്ളൂ. ഇങ്ങനെ വിഷ്ണു ഭഗവാനെ സർവാത്മന ആശ്രയിക്കാൻ കഴിഞ്ഞ ധ്രുവൻ 3 ലോകങ്ങളുടെയും ചൂടാരത്നമായി ശോഭിച്ചു. അതിഗംഭീര വേഗത്തിൽ സഞ്ചരിക്കുന്ന ജ്യോതിശ്ചക്രം ഈ ധ്രുവസ്ഥാനത്തെ അവലംബിച്ചാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധ്രുവൻ്റെ മഹിമയെ കണ്ട് സന്തോഷിച്ച നാരദ മഹർഷി പ്രജേതസ്സുകളുടെ സദസ്സിൽ വീണ മീട്ടിക്കൊണ്ട് ധ്രുവചരിതത്തെ ഇങ്ങനെ പാടി. ധ്രുവൻ തപസ്സുകൊണ്ട് നേടിയ ഫലം വേദത്തിൻ്റെ മറുകര കണ്ടവർക്ക് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഭർത്താവിനെ ഈശ്വരതുല്യം മാനിക്കുന്ന സുനീതിയുടെ പ്രാതിവൃത്യ രൂപേണയുള്ള തപസ്സിൻ്റെ പ്രഭാവമാണ് ധ്രുവന് 6 മാസം കൊണ്ടും ഭഗവത് ദർശനം സാധിപ്പിച്ചത്. 5 വയസ്സ് പ്രായത്തിൽ ചെറിയമ്മയുടെ വാക്സരങ്ങളേറ്റ് മുറിവേറ്റ ഹൃദയത്തോടെ കാട്ടിലേക്ക് ചുറ്റപ്പെട്ട ആ പിഞ്ചുബാലൻ മധുവനത്തിൽ ചെന്ന് ഞാൻ ഉപദേശിച്ച പ്രകാരം തപസ്സനുഷ്ഠിക്കുകയും ആർക്കും ജയിക്കാൻ കഴിയാത്തവനും ഭക്തരുടെ മുൻപിൽ മാത്രം പരാജയപ്പെടുന്നവനുമായ ആ ഭഗവാനെ സന്തോഷിപ്പിക്കുകയും ചെയ്തുവല്ലോ. മറ്റേതൊരു ക്ഷത്രിയനാണ് വളരെ കാലത്തെ തപസ്സുകൊണ്ട് പോലും ധ്രുവൻ എത്തിച്ചേർന്ന സ്ഥാനത്തെ പ്രാപിക്കാൻ കഴിയുക? വെറും 6 മാസത്തെ തപസ്സുകൊണ്ടല്ലേ ധ്രുവൻ ആ ഭഗവാനെ സന്തോഷിപ്പിച്ച് ത്രൈലോക്യത്തിൽ വെച്ച് സർവേശ്രേഷ്ഠമായിരിക്കുന്ന പദവി നേടിയത്? മൈത്രേയ മഹർഷി വിതുരരോട് പറയുന്നു, അങ്ങ് ചോദിച്ചതനുസരിച്ച് സജ്ജനസമ്പന്നനായ ധ്രുവൻ്റെ ഉത്കൃഷ്ടചരിതം ഞാൻ വിവരിച്ചു തന്നു. ഈ കഥ കേട്ടാൽ സമ്പത്ത്, കീർത്തി, ദീർഘായുസ് എന്നിവ വർദ്ധിക്കുന്നതാണ്. ഈ ചരിത്രം പുണ്യത്തെ വളർത്തുന്നതാണ്, ശുഭകരമാണ്, സ്വർഗപ്രാപ്തിയെയും ശാശ്വത പദത്തെയും നൽകുന്നതാണ്. മനസ്സിനെ ശുദ്ധീകരിക്കുന്നതും പാപങ്ങളെ നശിപ്പിക്കുന്നതുമാണ്. ഭഗവാന് പ്രിയപ്പെട്ട ഭക്തനായ ധ്രുവൻ്റെ ചരിതം ശ്രദ്ധയോടെ വീണ്ടും വീണ്ടും കേൾക്കുകയാണെങ്കിൽ ഭക്തി വളരും. ഭക്തി കൊണ്ട് സർവ്വവിധ ക്ലേശങ്ങളും നശിക്കും. മഹത്വത്തെ ഇച്ഛിക്കുന്നവർക്ക് അതും സാധിക്കും. ഇത് കേൾക്കുന്നവർക്ക് സൗശീല്യം മുതലായ ഗുണങ്ങളുണ്ടാവും. തേജസ്സിനെ ആഗ്രഹിക്കുന്നവർക്ക് തേജസ്സും ധീരന്മാർക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനവും കൈവരും. പുണ്യശ്ലോകനായ ധ്രുവൻ്റെ മഹത്തായ ഈ ചരിതം ബ്രാഹ്മണരുടെ സദസ്സിൽ കാലത്തും വൈകുന്നേരവും കീർത്തിക്കണം. പൗർണമി, അമാവാസി, ദ്വാദശി, തിരുവോണം, പകലിൻ്റെ അവസാനം, സംക്രമ സമയം, ഞായറാഴ്ച എന്നീ സമയങ്ങളിലും ഭഗവത് പാദാരവിന്ദങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ശ്രദ്ധയോടെ ഇത് മറ്റുള്ളവരെ കേൾപ്പിക്കണം. അതിൽ ഫലേച്ഛ അരുത്. ഈ കഥാകീർത്തനം കൊണ്ട്
തന്നെ ആത്മലാഭം നേടി സംതൃപ്തനായി ഭവിക്കും. തത്വത്തെ അറിയാത്തവന് സന്മാർഗത്തിനുതകുന്നതായിരിക്കുന്ന ജ്ഞാനപ്രദവും അമൃതതുല്യവുമായിരിക്കുന്ന ഈ ധ്രുവചരിതം ഉപദേശിച്ചു കൊടുക്കുന്ന കൃപാലുവും ദീനവത്സലനുമായ വക്താവിനെ ദേവന്മാർ അനുഗ്രഹിക്കും. കളിക്കോപ്പെടുത്ത് കളിക്കേണ്ട കുട്ടിപ്രായത്തിൽ അവയെയും അമ്മയെയും കൊട്ടാരത്തെയും ഉപേക്ഷിച്ച് കാട്ടിൽ പോയി ഭഗവാനെ ശരണം പ്രാപിച്ച ആ ധ്രുവൻ്റെ ഉത്കൃഷ്ട ചരിതം വിതുര ഞാൻ അങ്ങയെ കേൾപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൈത്രേയ മഹർഷി ആ ധ്രുവചരിത വർണ്ണന ഇവിടെ ഉപസംഹരിക്കുന്നത്. ഹരേ കൃഷ്ണ.